അപ്പോൾ മീൻ ചത്താൽ തന്നെ അതിനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കർഷകരുടെ മത്സ്യങ്ങൾ കുറേ ഏറെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് അതുപോലെ ഒരു സ്ഥാപനം ഒരു കൺസൾട്ടിങ് തുടങ്ങണമെങ്കിൽ തന്നെ ഒരു പോണ്ട് തുടങ്ങണമെങ്കിൽ തന്നെ അവർക്ക് കറക്റ്റായ ഒരു കൺസൾട്ടിങ് കിട്ടുന്നില്ല. പിന്നെ ഒരു പോണ്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെപ്ത്, വാട്ടർ ടെസ്റ്റ് ഇതൊന്നും കറക്റ്റായിട്ട് ആളുകൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിനായിട്ടാണ് കൂടുതലും നമ്മൾ ഒരു മത്സ്യസേവന കേന്ദ്രം നമ്മൾ തുടങ്ങുന്നത്. കർഷകർക്ക് വേണ്ട വെള്ളം ടെസ്റ്റ് ചെയ്യാം, അവരുടെ സോയിൽ ടെസ്റ്റ് ചെയ്യാം, അവർ കൺസൾട്ടിങ് ചെയ്യാം, ഡിസൈനുകൾ ചെയ്യാം, അതുപോലെ തന്നെ അവർ മാർക്കറ്റിംഗ്. ഏറ്റവും ഞങ്ങളുടെ പ്രത്യേകത നവരത്നയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ഗുണനിലവാരം ഉള്ളത് കൊടുക്കുകയും ചെയ്യുന്നു. അവരെ ബൈബാക്ക് ഗ്യാരണ്ടിയോടുകൂടി മത്സ്യങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മത്സ്യസേവന കേന്ദ്രം കർഷകരെ സഹായിക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നേരിട്ട് എയർപോർട്ടിൽ നിന്നോ മറ്റുള്ള ഹാച്ചറികളിൽ നിന്നോ എടുക്കാതെ നമ്മൾ റിയറിങ് ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ അതിനെ കണ്ടീഷൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടതിന് ശേഷമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത്. കൂടാതെ അവരെ ബൈബാക്ക് ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ കർഷകർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഫ്രീ കോൺ 24 അവർ ഫ്രീ കോൾ സർവീസ്. അവർക്ക് എന്തെങ്കിലും നൈറ്റിലോ എപ്പോഴെങ്കിലും പ്രോബ്ലംസ് വന്ന് ഓക്സിജൻ ഡെപ്ലീഷൻ വരാറുണ്ട്, ഇപ്പോൾ വിഷം മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മത്സ്യങ്ങൾ ചത്തുപോകാറുണ്ട്, അതുപോലെ അമോണിയ ഫോം ചെയ്ത് ചത്തുപോകാറുണ്ട്. അങ്ങനെ പല പല രീതിയിലും കർഷകർക്ക് നഷ്ടം ഉണ്ടാകുന്ന പല പല കാര്യങ്ങളും നമ്മൾ ഫിഷ് ഫാമിംഗ് കൾച്ചർ സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ 24 അവർ നമ്മൾ ഫ്രീ ഫോൺ കോൾ സർവീസ് നമ്മൾ കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.